ഞാൻ ശ്രീ വി പി പിയിലേക്ക് വന്നു. വി പി പി, വളരെ കാതലായ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പദ്ധതികളോട് താല്പര്യക്കുറവ്, അതിൻ്റെ ഫയലുകൾ നീക്കം ചെയ്യുന്നതിൽ അമാന്തം, പക്ഷേ കോർപ്പറേറ്റുകൾക്കായും സംഘപരിവാറുകൾക്കായും സ്വന്തം പാർട്ടിക്കാരെ ധിക്കരിച്ചുകൊണ്ട് ഉത്സുകത കാട്ടുന്നു. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കെ രണ്ട് കാര്യങ്ങൾ ഇന്ന് മൂർത്തമായി നിൽക്കുകയാണ്. അതേതൊക്കെയാണ്? ഒന്ന്, വഖഫ് നിയമവുമായി, വഖഫ് ഭേദഗതി ബില്ലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹർജി ഷോൺ ജോർജ് BJPയുടെ ഉപാധ്യക്ഷൻ നൽകുന്നു. അതായത് ഇത് പുനഃസംഘടിപ്പിക്കണം, രണ്ട് അമുസ്ലിങ്ങളുടെ കൂടി വെച്ച് പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യവുമായി ഹർജിയിൽ പോകുന്നു, ഈ അമെൻമെൻറ്റിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ. പക്ഷേ അതിൽ കോടതി സർക്കാരിൻ്റെ വാദം ചോദിച്ചു, സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചു. AG ഇന്ന് പ്രത്യക്ഷപ്പെട്ട്, താങ്കൾ നേരത്തെ പറഞ്ഞ ജൈജു ബാബു ഇന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഷോൺ ജോർജിൻ്റെ വാദം അംഗീകരിക്കുന്ന തരത്തിൽ പുനഃസംഘടിപ്പിക്കുക എന്നതാണ്. അപ്പോൾ കോടതി തന്നെ ചോദിക്കുന്നത് ഇത് ഹർജിക്കാരൻ്റെ വാദമാണല്ലോ, അതായത് ഷോൺ ജോർജിൻ്റെ വാദമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പരിധിവരെ അത് തന്നെ എന്ന് AG സമ്മതിക്കുകയാണ്. ഇതാണ് സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ദോഷം. ഒന്ന് നോക്കൂ, സ്വന്തം KSU എന്ന സ്വന്തം വിദ്യാർത്ഥി സംഘടനയെ തള്ളിപ്പറയുന്ന നേതാവ്, മുഖ്യമന്ത്രി ഇത്തരത്തിൽ കാര്യങ്ങൾ മറ്റൊരു വിധത്തിലേക്ക് പോവുകയാണ്. സംഘപരിവാർ വൽക്കരണത്തിന് ചൂട്ടുപിടിക്കുന്ന തരത്തിൽ DS ശരത്തിന് അവിടെ സ്ഥാനം, ശേഷാദ്രിക്ക് വേണ്ടി ശുപാർശ, ഇപ്പോഴിതാ AGയെ വെച്ചു. AG നടത്തുന്ന നീക്കം നോക്കൂ, മതേതര സ്വഭാവത്തിനെതിരാകുന്ന തരത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ യാദൃച്ഛികമാണോ? അത് യാദൃച്ഛികം എന്ന് ആർക്ക് പറയാൻ കഴിയും? അജിം ഷാദെ, നമ്മുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ഇതെല്ലാം VD സതീശൻ്റെ കൃത്യമായ അജണ്ടയാണെന്നേ ജനത പറഞ്ഞത്. ഇതൊന്നും അറിയാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടോ സംഭവിക്കുന്നതല്ല. അദ്ദേഹം ഇവിടെ നടപ്പിലാക്കുന്നത് RSSൻ്റെ അജണ്ടകൾ തന്നെയാണ്. ഇപ്പം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആർക്കും മുഖ്യമന്ത്രിയെ വന്ന് കാണാം. അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹമെങ്കിലും എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷക്കാർക്കും അദ്ദേഹത്തെ പോയി കാണാം, വലതുപക്ഷക്കാർക്കും പോയി കാണാം, RSSകാർക്കും പോയി കാണാം, ഹിന്ദു ഐക്യവേദിക്കാർക്കും പോയി കാണാം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? RSSൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ശശികലയെ പോലെയുള്ള ആളുകൾ നിവേദനം കൊടുക്കുന്നു എന്നുള്ളതല്ല, അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കട്ടെ. പക്ഷേ ആ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നയാളായിട്ട് VD സതീശൻ മാറുന്നു, കേരളത്തിൻ്റെ UDF മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ വിചാരിച്ചത് BJPയുടെ ആശയങ്ങൾ നടപ്പാക്കാൻ BJPയുടെ ഒരു സർക്കാർ കേരളത്തിൽ വരേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് BJPയുടെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ, RSSൻ്റെ ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ RSS BJP അധികാരത്തിൽ വരേണ്ടതില്ല, VD സതീശന്റെ സർക്കാർ നടപ്പിലാക്കി കൊടുക്കും. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ, അതായത് സ്വന്തം പാർട്ടിയെ, അതായത് വിദ്യാർത്ഥി സംഘടന KSUവിനെ ധിക്കരിച്ചുകൊണ്ട് DS ശരത്തിന് വേണ്ടി നിലപാടെടുത്ത VD സതീശൻ BJPയുടെ ഫണ്ട് തട്ടിപ്പ് വിവാദം സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലീസിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കാം എന്നാണ് മറുപടി പറഞ്ഞത് VD സതീശൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല, ആ പോയിന്റാണല്ലോ അജിം ഷാദെ ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ RSSൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുന്നു. ഇത് നേരത്തെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ പരവൂരിലെ പഴയ RSS ബന്ധം തൊട്ട് അവിടെ RSS മേധാവിയുടെ ചിത്രത്തിന് മുന്നിൽ താണുവണങ്ങി നിലവിളക്ക് കൊടുത്ത്, ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോയ ഒന്നല്ല. ഒരു മുതിർന്ന ഒരാളോട് ഉള്ള ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് കൃത്യമായിട്ട് എങ്ങനെയാണ് RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കി കൊടുക്കുന്ന കൈകാര്യകർത്താവായിട്ട് VD സതീശൻ മാറിയിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ, MLA ആയിരിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അത് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ തെളിവാണല്ലോ. ഇന്നേ വരെ VD എന്നതിൻ്റെ പൂർണ്ണ രൂപം എവിടെയും ഉപയോഗിച്ചിട്ടില്ലാത്ത, കാരണം അദ്ദേഹം 6 തവണ MLA ആയല്ലോ. 6 തവണ MLA ആയപ്പോൾ ഉപയോഗിക്കാത്ത ഈ VD എന്നതിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായ ആദ്യത്തെ തവണയുള്ള സത്യപ്രതിജ്ഞയിൽ വരുന്നത്? അപ്പോൾ കൃത്യമായിട്ട് RSSൻ്റെ അജണ്ട അനുസരിച്ചിട്ടുള്ള ജാതീയമായ ആളുകളെ പിരിക്കുകയും എന്നിട്ട് വർഗീയമായി ഏകീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന RSSൻ്റെ അജണ്ടയുടെ നടത്തിപ്പുകാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അതിൻ്റെ തെളിവാണ് എല്ലാ കീ പോസ്റ്റുകളിലേക്കും RSS പക്ഷപാതിത്വമുള്ളവരെ നിയമിക്കുന്നത്. ഇതല്ലേ കേന്ദ്രത്തിൽ മോഡി സർക്കാർ ചെയ്യുന്നത്?
ഭരണയന്ത്രത്തിന്റെ എല്ലാ തലങ്ങളിലും RSSന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിൽ RSS പക്ഷപാതിത്വമുള്ളവരെ നിയമിക്കുക. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊട്ട് എല്ലാ രംഗങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഭരണയന്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ RSS അധികാരത്തിൽ വന്നിട്ടില്ല, പക്ഷേ VD സതീശൻ അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള അങ്ങനെയല്ലേ അവര് ഭൂരിപക്ഷം നേടിയത് തന്നെ. ഈ പറയുന്ന 102 സീറ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 60 മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ടിൽ കുത്തനെ കുറവുണ്ടാകുന്നു. BJP ജയിച്ച 3 മണ്ഡലങ്ങളിൽ UDF 3-ാം സ്ഥാനത്ത് പോകുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലെ കൃത്യമായ കണക്കുകളല്ലേ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ ശരിയായ നിലയിൽ ആളുകൾ ഉന്നയിക്കുന്ന വിമർശനം, കോൺഗ്രസിനകത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിമർശനം, അത് RSSന്റെ നിലപാടുകളാണ് VD സതീശൻ സ്വീകരിക്കുന്നത്. RSSന്റെ കൈകാര്യകർത്താവായിട്ട് അദ്ദേഹം മാറുന്നു എന്നുള്ളത്. അതുകൊണ്ടല്ലേ ഈ നേരത്തെ പറഞ്ഞ മംഗലാപുരം യാത്ര വേറെയായിരുന്നു, മൂകാംബിക യാത്ര വേറെയാണ്. മൂകാംബികയിൽ അദ്ദേഹം പോയത് ഈ കഴിഞ്ഞ ദിവസമാണെന്നേ, ഒരു 10 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹം പോയത്. പക്ഷേ മംഗലാപുരത്ത് പോയത് 1.5 മാസം മുമ്പാണ്. രണ്ടും 2 യാത്രയല്ലേ? എന്തിനാണ് അദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പറയുന്നത്? അതുകൊണ്ടല്ലേ ശ്രീ സുകുമാരൻ നായരെ പോലെ NSSന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കുന്നത് മനസ്സിലാക്കാം, ഭരണപക്ഷം പ്രതിപക്ഷം. പക്ഷേ സുകുമാരൻ നായരെ പോലെ ഒരാൾ മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അത്രമാത്രം നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശരി, ചിലപ്പോൾ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വായിക്ക് തോന്നിയതെല്ലാം അദ്ദേഹം അന്നത്തെ ഭരണപക്ഷമായ LDFനെതിരെ വിളിച്ചു പറഞ്ഞു, CPMനെതിരെ വിളിച്ചു പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇന്ന് അദ്ദേഹം ഇരിക്കുന്നത് കുറെ കൂടി ഉത്തരവാദിത്വം, പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റും ഉത്തരവാദിത്വമുള്ളതാണ്, ക്യാബിനറ്റ് റാങ്കാണത്, പൊതുസമൂഹത്തോടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ പോട്ടെ, VD സതീശൻ്റെ ഒരു ശൈലി വെച്ച് അങ്ങനെ നടത്തുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം ഭരണയന്ത്രത്തിൻ്റെ ഭാഗമല്ലേ, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലേ? അങ്ങനെ എക്സിക്യൂട്ടീവിൻ്റെ അധികാരിയായിട്ട് ഇരിക്കുന്നയാൾ ഈ പറഞ്ഞ നിലയിൽ പെരുമാറുന്നത് എന്തുമാത്രം അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കും. മുഖ്യമന്ത്രി തന്നെ കള്ളത്തരം കാണിക്കുന്നു, കള്ളം പറയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തായിരിക്കും ബാക്കിയുള്ളവരുടെ അവസ്ഥ? എങ്ങനെയാണ് നമ്മുടെ നാട് നീങ്ങുക? എത്ര അപകടകരമായ സാഹചര്യത്തിലേക്കാണ് കേരളീയ പൊതുസമൂഹം എത്തിച്ചേരുക? തീർച്ചയായും. അതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾ ഈ ഗവൺമെന്റ് ഇപ്പം 50 ദിവസമേ ആയിട്ടുള്ളൂ എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഈ ഗവൺമെന്റിനെ കുറിച്ച് ധാരാളം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും, അങ്ങനെയല്ല. അത് പിണറായി വിജയൻ വ്യക്തമാക്കിയതാണല്ലോ. ഞങ്ങൾ കുറച്ച് മാസങ്ങൾ തന്നെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. തുടക്കത്തിൽ വേറെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒച്ചപ്പാടൊന്നും വേണ്ടതില്ല എന്നാണ് കരുതി നിന്നത്. പക്ഷേ ഈ 50 ദിവസം കൊണ്ട് VD സതീശൻ എടുത്ത നിലപാടുകൾ, നടപടികൾ, അതല്ലേ പ്രശ്നമാകുന്നത്. തീർച്ചയായും. ഈ രീതിയിലേക്ക് വളരെ ഗൗരവവും മൂർത്തവുമായ സാഹചര്യങ്ങൾ സംഘപരിവാറുകൾക്ക് വേണ്ടിയിട്ടായാലും പൊതു താല്പര്യം ഹനിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായാലും VD സതീശൻ ഇങ്ങനെ നഗ്നമായി നിൽക്കുന്നതാണ്. അത് കോൺഗ്രസിൻ്റെ തന്നെ രാഷ്ട്രീയത്തിനെതിരാണ് എന്നുകൂടിയാണ് VP മുസഫ് പറഞ്ഞു വെക്കുന്നത്.